ടു അവർ ചാനൽ സോൾട്ട് ആൻഡ് പേപ്പർ. അപ്പോൾ എല്ലാവരും സുഖം തന്നെയല്ലേ? നിങ്ങൾ എൻ്റെ ചാനലിൽ പുതിയതായിട്ടാണെങ്കിൽ എൻ്റെ പേര് റാണി. പൊട്ട് സമയം കളയാതെ തന്നെ നമുക്ക് ഇന്നത്തെ സബ്ജക്റ്റിലേക്ക് അടക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് സാരികളിലും ടോപ്പുകളിലും കുർത്തികളിലോ അല്ലെ സ്ലീവ്സിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ബോർഡറാണ്. അതും നമ്മുടെ പേൾസ് കൊണ്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്ന് ഓർത്ത് നോക്കി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബീഡ്സോ മുത്തുകളോ കല്ലുകളോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ട് തന്നേക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കാണിച്ചു തരാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നാൽ മാത്രം മതി കേട്ടോ. ആയിട്ട് ഞാൻ നമ്മുടെ സൂചിയും അതുപോലെ തന്നെ നൂലും ഇവിടെ ഉപയോഗിക്കുന്നു. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ത്രെഡാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് കണ്ടോ. ഓക്കെ, ഞാനിപ്പോൾ ഇത് സ്ലീവേ ചെയ്യാൻ ഉദ്ദേശിച്ചാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എടുക്കണമെന്ന് അറിയാമോ? ഇവിടെ അറ്റത്തും നമുക്ക് തുടങ്ങാം. എന്താ കണ്ടോ, നമുക്ക് ചെറുതായിട്ടൊരു നോട്ട് ഇട്ട് കൊടുത്ത് ഇവിടെ നിന്ന് തുടങ്ങിയെടുക്കാം. തേണ്ട ഇവിടെ നോട്ട് വീണിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആദ്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലെ ബീഡ്സ് ഉപയോഗിക്കാം. ഞാൻ ആദ്യം ഒരു ക്രീം കളറിലെ ബീഡ്സ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് കണ്ടോ. അതിനുശേഷം ഞാനൊരു ഗോൾഡ് കളറിലെ ബീഡ്സ് ഉപയോഗിക്കാൻ പോകും. ഗോൾഡ് കളറിലെ ബീഡ്സ് കണ്ടോ. അതിനുശേഷം വീണ്ടും ഞാനൊരു ക്രീം കളറിലെ ബീഡ്സ് ഇവിടെ ഉപയോഗിക്കാൻ പോവാം. ഇതാ, അപ്പോൾ നമുക്ക് 3 കളറിലെ ബീഡ്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ലെങ്ത് ഒന്ന് നോക്കണം. നമ്മളിങ്ങനെ ഒന്ന് പിടിച്ചു വെച്ചാൽ അതിൻ്റെ ലെങ്ത് ഒന്ന് അറിയണം, അല്ലെ ഇത് ചുളുങ്ങിപ്പോവും. എന്നിട്ട് എടുക്കുന്ന അറിയാമോ, നമ്മളിങ്ങനെ കോർത്തിട്ട് ഇതാ ഇങ്ങനെ കോർത്തെടുക്കണം കേട്ടോ. നൂലിൻ്റെ മുകളിൽ കൂടെ ഇതാ നൂലിൻ്റെ മുകളിൽ കൂടെ എടുക്കണം. അപ്പോൾ ഇതൊരു നോട്ട് പോലെ വന്ന് വീണോളൂ. നിങ്ങൾക്ക് കാണാമല്ലോ ഒരു നോട്ട് പോലെ വന്ന് വീഴുന്നേ. അപ്പോൾ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് കണ്ടോ ഒരു നോട്ട് പോലെ വന്ന് വീണു. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമ്മൾ വീണ്ടും ഇവിടെ നിന്ന് കുത്തിയിട്ട് ഈ മുത്തിൻ്റെ ആദ്യത്തെ മുത്തലോട്ട് ഒന്നുകൂടെ ഒന്ന് കയറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ മുത്തലോട്ട് ഒന്നുകൂടെ നീഡിൽ ഒന്ന് കയറ്റി ഇറക്കും. ഇനി ഞാൻ 2 ബീഡ്സൂടെ കോർത്ത് കൊടുക്കാൻ പോവാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന മുത്തിൻ്റെ വലുപ്പം അനുസരിച്ച് ഇത് 6 mm ബീഡാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. കുഞ്ഞു ബീഡുകളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എങ്കിൽ എന്ന് വെച്ചാൽ മിഡിൽ ഒരു ബിഗും മുകളിൽ കൂടെ വരാൻ വേണ്ടി നിങ്ങൾ സ്മോളും ഉപയോഗിക്കുന്നെങ്കിൽ എബൌട്ട് ഒരു 5 ബീഡ്സ് നിങ്ങൾക്ക് വേണ്ടി വരും. ഇപ്പം ഞാൻ എന്തായാലും ആ വലുപ്പത്തിൽ തന്നെ എല്ലാ 6 mm ബീഡാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഓക്കെയാണ്, സൈസ് ഓക്കെ കേട്ടോ. നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ കരുതുന്നു. എന്നിട്ട് നടക്കുന്ന അറിയാമോ, ഇത് കണ്ടോ ആ ലാസ്റ്റ് ബീഡിനകത്തൂടെ കയറ്റി, ഇത് കണ്ടോ ലാസ്റ്റ് ബീഡിനകത്തൂടെ കയറ്റി നമ്മൾ ഇറക്കുക. കണ്ടോ കണ്ടോ. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു ആർച്ച് ഇവിടെ ഫോമായി. നിങ്ങൾ കണ്ടോ ഒരു ആർച്ച് ഇവിടെ ഫോം ആയിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ, വീണ്ടും നമ്മൾ ആദ്യത്തെ മുത്തിനകത്തൂടെ കയറ്റുന്നു കണ്ടോ. ആദ്യത്തെ മുത്തിലൂടെ കയറ്റി വീണ്ടും നമ്മൾ രണ്ടാമത്തെ മുത്തിനകത്തൂടെ കയറ്റി കഴിയുമ്പോൾ മുത്ത് നല്ല സ്ട്രോങ് ആയിട്ട് അപ്പോൾ അവിടെ ഇരിക്കും. വീണ്ടും നമ്മൾ വന്ന വഴിയെ തന്നെ നമ്മൾ തിരിച്ചു വരിക എന്ന് പറയും കണ്ടോ. നമ്മൾ എന്നിട്ട് ഇങ്ങനെ ഇറക്കി കൊടുക്കുക. ഹേയ് കണ്ടോ, എന്താ തോന്നുക, നല്ല ഭംഗി തോന്നില്ലേ? നമ്മൾ വീണ്ടും എന്നിട്ട് അടുത്ത സ്ഥലത്ത് ഇതുപോലെ തന്നെ നീഡിൽ പൊക്കിയെടുക്കുന്നു കണ്ടല്ലോ. എന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ബീഡ്സിനെ കോർക്കുന്നു, വലുപ്പം ഇതുപോലെ നോക്കുന്നു, ലെങ്ത് നോക്കുന്നു കണ്ടോ. നമ്മൾ ലെങ്ത് ഓൾവേസ് നോക്കണം, അല്ലെങ്കിൽ ഇത് അകന്നു പോകും കേട്ടോ. കണ്ടോ ലെങ്ത് നോക്കുന്നു, ഇതിലെ കോർത്തിട്ട് ഇതാ നൂലിൻ്റെ മുകളിൽ കൂടെ എടുക്കും കണ്ടോ. ദെൻ വാട്ട് വി ഡു, വീണ്ടും ഇതിലെ കുത്തി ആദ്യത്തെ മുത്തിൻ്റെ അകത്തൂടെ കയറ്റി ഇറക്കാം കണ്ടോ. മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു കണ്ടല്ലോ. എന്നിട്ട് നമ്മൾ വീണ്ടും ഒരു 2 ബീഡ്സ് കൂടെ കോർത്ത് കൊടുക്കുന്നു. നിങ്ങൾ കുഞ്ഞു ബീഡ്സ് ആണെങ്കിൽ 3 ബീഡ്സ് കയറ്റേണ്ടി വരും ഇതിനകത്തൂടെ കേട്ടോ. നിങ്ങൾക്ക് കുഞ്ഞു ബീഡ്സ് ആണെങ്കിൽ 3 ബീഡ്സ് എടുക്കേണ്ടി വരും. ഇതിപ്പോൾ നമ്മൾ ഒരേ വലുപ്പത്തിൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ. എന്നിട്ട് ലാസ്റ്റ് ബീഡ്സിനകത്തൂടെ കയറ്റി നമ്മൾ ഇങ്ങനെ ഇറക്കും. കണ്ടോ. അതും വീണ്ടും നമ്മൾ ആദ്യത്തേനകത്തൂടെ കയറ്റിയെടുക്കാൻ പോകാം. ഇത് നല്ല ടൈറ്റായിട്ട് നിൽക്കും, ഒരിക്കലും അത് ഊരി പോരത്തില്ല. ആൾ നല്ല സ്ട്രോങ് ആയിരിക്കും. എന്ത് പറയുന്നു, ഇപ്പോൾ മനസ്സിലായില്ലേ നിങ്ങൾക്ക് എങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് കണ്ടോ. വീണ്ടും നമ്മൾ 2 ബീഡ്സിനകത്തൂടെ കയറ്റി ഇപ്പുറത്തേക്ക് ഇറക്കി. നമുക്ക് ആദ്യം ചെറിയ കോംപ്ലിക്കേഷൻ പോലെ തോന്നും, പക്ഷേ ഇത് ഭയങ്കര ഈസിയാണ്. എന്നാൽ കാണാനൊക്കെ നല്ല ഭംഗിയാണ്. നോക്കിക്കേ എന്ത് രസമാണ്. ഇത് മുഴുവൻ ഞാൻ ഇനി ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാം കേട്ടോ.
അപ്പോൾ ഞാൻ ഇത്രയും വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാനിത് മുഴുവൻ ഒന്ന് ചെയ്ത് തീർത്തതിന് ശേഷം നിങ്ങളെ ഒന്ന് ഇട്ട് കാണിക്കാം കേട്ടോ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും ഇതുപോലെയുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം കേട്ടോ. അതുവരേക്കും താങ്ക് യു, ബൈ.